ഹലോ എവരിവൺ. ഏതൊരു മോശം സാഹചര്യത്തിലും ഏതെങ്കിലും ബിയറിഷ് മാർക്കറ്റിലും ഇങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ലേണിംഗ് തന്നെയാണ്. നമുക്ക് നല്ല പോലെ എന്ത് വേണം, നമുക്ക് ക്യാപിറ്റലിനെക്കാട്ടി കൂടുതൽ വേണ്ട ഒരു സംഭവമാണ് എന്ത്, നോളജ്. നമുക്ക് മാർക്കറ്റിനെ കുറിച്ച്, മാർക്കറ്റ് നേച്ചറിനെ കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പറ്റുള്ളൂ. നമുക്ക് കൃത്യമായിട്ടുള്ള അറിവ് തന്നെ വേണം. അതിന് നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി എവിടെയെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാൻ പോയാലും ഇറ്റ്സ് ബെറ്റർ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് സീരിയസ് ആയി നിൽക്കാൻ, സീരിയസ് ആയിട്ട് ഒരു ട്രേഡർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് കുറേ കാലത്തിലെങ്കിലും ഒരു പാസീവായിട്ടെങ്കിലും ഒരു ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പഠിച്ചേ പറ്റൂ. കാരണം പഠിക്കാതെ ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല. കാരണം ഒരു സർവൈവ് നമുക്ക് ബുള്ളിഷ് മാർക്കറ്റിൽ എങ്ങനെയും പിടിച്ചിരിക്കാൻ പറ്റും. ബുള്ളിഷ് മാർക്കറ്റിൽ കുറച്ച് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അതായത് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നന്നായി കയറി മാർക്കറ്റ് കയറിയായിരിക്കും ആ ടൈമിൽ. നല്ല സ്റ്റോക്സും കയറും, അതുപോലെ തന്നെ മോശമായിട്ട് ഒത്തിരി തരക്കേടില്ലാത്ത സ്റ്റോക്സും, എല്ലാ സ്റ്റോക്സും കംപ്ലീറ്റ് ആയിട്ട് കുറച്ചെങ്കിലും ഗ്രോത്ത് വരും. പക്ഷെ അപ്പം നമ്മൾ ഇൻട്രാഡേക്കാണെങ്കിലും മറ്റ് സ്വിംഗ് ട്രേഡിലാണെങ്കിലും നമ്മളൊരു വെറുതെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചിട്ട് വെറുതെ പോയി കുറച്ച് പൈസ ഇട്ടാലും മേ ബി അത് കയറിയെന്ന് വരാം. പക്ഷെ അതുപോലെയല്ല ഒരു ബിയർഷ് മാർക്കറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മറ്റ് മാർക്കറ്റ് നേച്ചറിൽ നമുക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ യൂസ് ചെയ്യേണ്ട മെത്തേഡ് വേറെയാണ്. നമ്മൾ ഓരോ മാർക്കറ്റിന് ഓരോ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ബിയർഷ് മാർക്കറ്റിൽ കൊണ്ട് ഫണ്ട് ഫുൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലൊക്കെ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിനൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എന്താ പറയുക, നല്ലൊരു പണി കിട്ടും. അപ്പോൾ അങ്ങനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് നോളജാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാനൊരു കോഴ്സ് സെല്ലർ ഒന്നുമല്ല. നിങ്ങളിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി പഠിക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾ ആദ്യം അവിടുത്തെ സിലബസ് നോക്കണം. ഇത് ബുള്ളിഷ് മാർക്കറ്റിൽ മാത്രം എനിക്ക് ഉപകാരപ്പെടുമോ, അതോ ബിയർഷ് മാർക്കറ്റ് നാളെ ഒരു രീതിയിൽ വന്നാൽ എനിക്ക് ഹെൽപ്ഫുൾ ആവുമോ എന്നും കൂടി നോക്കണം. എന്നിട്ടാണ് ആ സിലബസ് നോക്കിയിട്ട് നമ്മൾ പഠിക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. ഇതിന് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കതിനെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളൊരു പ്രോ ആക്കി എടുക്കാനുള്ള ഒരു പറ്റിയ വീഡിയോസൊക്കെ നമുക്ക് ഇനി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളില്ലേ ഒരു സിമ്പിൾ ടെക്നിക്ക് പറയണ്ട. നമ്മൾ ബിയർഷ് മാർക്കറ്റിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരെ പോയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, ബിയർഷ് മാർക്കറ്റ് ഗ്ലോബലിൽ ഒരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അപ്പോഴാണ് സ്വർണ്ണത്തിൻ്റെ വില കൂടുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർണ്ണത്തിൻ്റെ വില കൂടുന്ന ടൈമിൽ നിഫ്റ്റിയൊക്കെ അല്ലെങ്കിൽ മാർക്കറ്റൊക്കെ ഡൗൺ ആയിരിക്കും. ഈ മാർക്കറ്റ് ഡൗൺ ആവുന്ന ടൈമിൽ സ്വർണ്ണത്തിൻ്റെയൊക്കെ മറ്റ് മെറ്റൽസിൻ്റെയൊക്കെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഈ റിലേഷനൊക്കെ മനസ്സിലാക്കുക. ഇതിപ്പോൾ ഗോൾഡ് ബീസിൻ്റെ ചാർട്ടാണ്. ഗോൾഡ് പറന്നുകൊണ്ട് തന്നെ ഗോൾഡ് ബീസും കയറി. നമ്മൾ ഗോൾഡിൻ്റെ വീഡിയോ ഇടുമ്പോൾ വലിയ റെസ്പോൺസ് ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ഒരു മനോഭാവമാണ് നമുക്ക് വാങ്ങാൻ പറ്റില്ല. പക്ഷെ ഇത് നോക്ക്, ഗോൾഡ് ബീസാണ്. ഇത് കയറിയിട്ടുണ്ട്, 30% തന്നിരിക്കുന്നത് വിത്തിൻ ഡേയ്സ് കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്കും കടക്കുക, ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.